നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് റോയ് സാറാണ്. കേരളത്തിലെ വൺ ഓഫ് ദ ലീഡിംഗ് കമ്പനിയായ സോൾവാർട്ടിന്റെ സിഇഒ ആണ്. നമസ്കാരം സാർ. നമസ്കാരം. നമ്മളുടെ എനർജി ബില്ല് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് സോളാർ പവർ പ്ലാന്റ്, ഈ ഓൺ ഗ്രിഡ് പവർ പ്ലാന്റ് വെക്കുന്നത് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. 2, 3, 4 എത്ര AC ഇൻസ്റ്റാൾ ചെയ്താലും കുഴപ്പമില്ല. ഒരു ഇലക്ട്രിക് വെഹിക്കിളൊക്കെ വാങ്ങാൻ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ 3 കിലോവാട്ട് കസ്റ്റമർക്ക് വേണമെന്നുണ്ടെങ്കിൽ 5 കിലോവാട്ടിലേക്ക് പോകാം. സാധാരണ ഒരു വീട്ടിൽ 3 കിലോവാട്ട് സിസ്റ്റമാണ് വെക്കുക. അപ്പോൾ നമ്മൾ 3 കിലോവാട്ട് വെക്കുമ്പോൾ നമുക്ക് എത്രത്തോളം അല്ലെങ്കിൽ എത്ര എക്യുപ്മെന്റ്സ് നമുക്ക് അതിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും? ഈ സോളാർ ഓൺ ഗ്രിഡ് പവർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എത്ര ലോഡ് ചെയ്യാം എന്നുള്ളത് അതിലൊരു ഫാക്ടർ അല്ല. അതായത് നമ്മളുടെ എനർജി ബില്ല് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് സോളാർ പവർ പ്ലാന്റ്, ഈ ഓൺ ഗ്രിഡ് പവർ പ്ലാന്റ് വെക്കുന്നത് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു കൺസ്യൂമർക്ക് എത്ര യൂണിറ്റ് പവർ വേണം എന്നുള്ളതാണ് എൻ്റെ റിക്വയർമെന്റ്. അവരുടെ വീട്ടിലെ കണക്റ്റഡ് ലോഡ് എത്രയുണ്ടോ അത്ര എക്യുപ്മെന്റ് വർക്ക് ചെയ്യാം. ഒരു 3 കിലോവാട്ട് പവർ പ്ലാന്റ് വയ്ക്കുന്ന കസ്റ്റമറെ സംബന്ധിച്ച് 2, 3, 4 എത്ര AC ഇൻസ്റ്റാൾ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ അത് അവർക്കൊരു 12 യൂണിറ്റ് ആണ് ഒരു ദിവസം കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൂ. ഒരു AC ചിലപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഒരു കസ്റ്റമർ ഒരു AC ഉപയോഗിക്കുന്ന ഒരാളായിരിക്കും. പക്ഷെ 24 hours ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് 3 കിലോവാട്ട് ചിലപ്പോൾ മതിയാവില്ല. പക്ഷെ വേറൊരു കസ്റ്റമറെ സംബന്ധിച്ച് 2, 3 AC ഉണ്ടായിരിക്കും. അവർ പാർഷ്യലി 2 മണിക്കൂറോ 1 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ ഉപയോഗിക്കും എന്നുള്ളതെങ്കിൽ 3 കിലോവാട്ട് മതിയാവും. അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ച് ഒരു ദിവസം അവരുടെ പവർ റിക്വയർമെന്റ് എത്രയാണ്, എത്ര യൂണിറ്റ് വേണം എന്നുള്ളതാണ് ഓൺ ഗ്രിഡ് പവർ പ്ലാന്റ് വെക്കുമ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ മന്ത്ലി ഒരു 300-350 യൂണിറ്റ് ഒക്കെ ആവശ്യം വരുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ച് 3 കിലോവാട്ട് സഫീഷ്യന്റ് ആണ്. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 6000 രൂപ വരെ വൈദ്യുതി ബില്ല്, കേരളത്തില് 2 മാസത്തിലാണല്ലോ വൈദ്യുതി ബില്ല് വരുന്നത്, 2 മാസത്തിൽ ഒരു 6000 രൂപ വരെ വൈദ്യുതി ബില്ല് വരുന്ന ഒരു കൺസ്യൂമർക്ക് 3 കിലോവാട്ട് സഫീഷ്യന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ പിന്നെ ഈ സബ്സിഡി മാക്സിമം കിട്ടുന്നതും ഈ 3 കിലോവാട്ട് കൺസ്യൂമർക്കാണ്, 78,000 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ഒരു ബഹുഭൂരിപക്ഷം കസ്റ്റമേഴ്സിന്റെയും റിക്വയർമെന്റ് 3 കിലോവാട്ട് ആയിരിക്കും. ഈ സോളാർ സിസ്റ്റത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, ഹൈബ്രിഡ്, ഇത് 3 തരത്തിലാണ് നമ്മൾ കാണാം. ഇത് എന്താണ് ഈ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, ഹൈബ്രിഡ്? നമ്മൾ ഇതിൽ ഏതാണ് ചൂസ് ചെയ്യുക? ഇതിന്റെ 3ന്റെയും പർപ്പസ് ഡിഫറെന്റ് ആണ്. അതായത് ആദ്യം ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും തമ്മിലുള്ള വ്യത്യാസം പറയാം. ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ബില്ല് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ കൺസെപ്റ്റ്. അല്ലാതെ ബാക്ക് പവർ ഇല്ല. ഇന്ന് KCB ഇന്ന് ഫെയിൽ ആണെന്നുണ്ടെങ്കിൽ ഓൺ ഗ്രിഡ് വർക്ക് ചെയ്യില്ല. ഇന്നിപ്പോ രാവിലെ 8 മണി തൊട്ട് 5 മണി വരെ KCB ഇല്ല എന്ന് നമുക്കൊരു നോട്ടീസ് കിട്ടുകയാണെങ്കിൽ അന്ന് നമ്മുടെ സോളാർ പ്ലാന്റ് പ്രൊഡക്ഷൻ എടുക്കുന്നില്ല. കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ബാക്കപ്പും കിട്ടില്ല. ബാക്കപ്പും കിട്ടുന്നില്ല, അന്ന് പ്ലാന്റ് വർക്ക് ചെയ്യുന്നില്ല. അതായത് അതാണ് പറഞ്ഞത്, ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ എനർജി ബില്ല് മന്ത് എൻഡിൽ നമ്മുടെ ബില്ല് റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു പർപ്പസ് മാത്രമേ വരുന്നുള്ളൂ. ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ബില്ല് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഈ ഓൺ ഗ്രിഡിന്റെ എഫിഷ്യൻസിയിൽ ബില്ല് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡ് അലോൺ സിസ്റ്റം ആണ്. സോളാർ പാനൽ ഉപയോഗിച്ച് ഡേ ടൈമിൽ നമ്മൾ ബാറ്ററി സ്റ്റോറേജ് ചെയ്യുന്നു. ആ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെ എക്യുപ്മെന്റുകൾ വർക്ക് ചെയ്യുന്നു. അപ്പൊ അതിൻ്റെതായ ഒരു എനർജി സേവിങ് ഉണ്ടാവുമെന്നല്ലാതെ ഓൺ ഗ്രിഡിന്റെ പോലെ 100% എനർജി ബില്ല് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം അല്ല ഓഫ് ഗ്രിഡ്. ഓഫ് ഗ്രിഡിന്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ ഫെയിലിയർ ഇല്ലാതെ എപ്പോൾ കറണ്ട് ഉണ്ടെങ്കിലും കറണ്ട് ഇല്ലെങ്കിലൊക്കെ കസ്റ്റമർക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. പക്ഷെ ഓൺ ഗ്രിഡ് പോലെ എനർജി ബില്ല് റെഡ്യൂസ് ചെയ്യുകയാണെന്ന് പറഞ്ഞ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് ഒരു 3 ദിവസത്തെ ബാക്കപ്പ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്താലാണ് എപ്പോൾ പവർ പോയാലും നമുക്ക് കിട്ടുന്ന ഒരു രീതിയിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബാറ്ററി കോസ്റ്റ് കൂടും. ഹൈബ്രിഡ് എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ഓൺ ഗ്രിഡ് തന്നെയാണ്, അതിൽ ബാക്കപ്പും കൂടി ഉണ്ടായിരിക്കും. അപ്പൊ ഓൺ ഗ്രിഡിന്റെയും ഹൈബ്രിഡ് ഓഫ് ഗ്രിഡിന്റെയും മിക്സ് എന്ന് പറയാം. പക്ഷെ അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഓൺ ഗ്രിഡ് വർക്ക് ചെയ്യുന്നത് ഡേ ടൈമിൽ സൺലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡയറക്റ്റ് വീട്ടിലെ ലൈവ് ലോഡുകൾ നമ്മൾ വർക്ക് ചെയ്യുന്നു, ബാക്കിയുള്ളത് എക്സ്പോർട്ട് ചെയ്യുന്നു. അതാണ് ഓൺ ഗ്രിഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വൈകിട്ട് KCBന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു. ഓഫ് ഗ്രിഡിൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഇല്ല. നമ്മൾ ബാറ്ററിയിലേക്ക് സ്റ്റോറേജ് ചെയ്യുന്നു, അത് നമ്മളെടുത്ത് ഉപയോഗിക്കുന്നു. KCB അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും ഒരു ബാധകമല്ല. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഡേ ടൈമിൽ സൺലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ വീട്ടിലെ ലൈവ് ലോഡ് വർക്ക് ചെയ്യുകയും ചെയ്യും, ഒപ്പം ബാറ്ററി സ്റ്റോറേജ്
ചെയ്യും. ബാറ്ററി ഫുൾ ആയി കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള പവർ ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും ചെയ്യും. അപ്പോൾ ഗ്രിഡ് എക്സ്പോർട്ടിങ്ങും നടക്കും. പവർ ഇല്ലാത്ത സമയത്ത് KCB യൂട്ടിലിറ്റി പവർ നമുക്ക് അവൈലബിൾ ഇല്ലാത്ത സമയത്ത് ഈ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാക്കപ്പ് വർക്ക് ചെയ്യുകയും ചെയ്യും. പിന്നീട് വേറെ ഹൈബ്രിഡിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഹൈബ്രിഡിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു മാസം വീട്ടിൽ ഒരു കസ്റ്റമർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓഫ് ഗ്രിഡ് അവിടെ ഒരു ഉപയോഗവും ഇല്ല. ബാറ്ററി ഫുൾ ചാർജ് ആവുന്നു, നമ്മൾ ഉപയോഗിക്കുന്നില്ല, നമുക്ക് അവിടെ യാതൊരു ബെനിഫിറ്റ് ഇല്ല. ഹൈബ്രിഡ് ആണെങ്കിൽ ബാറ്ററി ഫുള്ളായി കിടക്കുന്നു, നമ്മൾ വേറെ ലോഡൊന്നും ഉപയോഗിക്കുന്നില്ല, ബാലൻസ് പവർ ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഹൈബ്രിഡിന് ഓൺ ഗ്രിഡിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ട്, പ്ലസ് ബാറ്ററി ബാക്കപ്പ് കൂടി കിട്ടുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോ ഭാവിയിലൊക്കെ ഒരു TOD മീറ്ററിംഗ് വന്ന് പീക്ക് അവറിലേക്ക് 6 to 10 ആണ് നമ്മുടെ പീക്ക് അവറിന് താരിഫ് കൂടുതൽ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഹൈബ്രിഡിൽ ആ സമയത്ത് നമുക്ക് ബാറ്ററി ബാക്കപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാം, KCB ഇല്ലാതെ. അതൊക്കെ അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ കൺസ്യൂമർ അറിയാതെ തന്നെ 6 മണിയാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ബാറ്ററിയിലേക്ക് മാറിക്കോളും, 10 മണിയാകുമ്പോൾ വീണ്ടും ഗ്രിഡിലേക്ക് മാറിക്കോളും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഹൈബ്രിഡ് സിസ്റ്റംസിലുണ്ട്. ഇപ്പൊ ഹൈബ്രിഡ് ഒക്കെ നമ്മളുടെ ഇവിടെ ഇപ്പൊ ഇൻസ്റ്റാളേഷൻ ഒക്കെ ചെയ്ത് തുടങ്ങി. ഹൈബ്രിഡ് പക്ഷേ അതായത് നമ്മൾ എല്ലായിടത്തും നോക്കി കാണുമ്പോൾ ഓൺ ഗ്രിഡ് അല്ലേ കൂടുതലായിട്ട് എല്ലാവരും ചൂസ് ചെയ്യണേ. ഓൺ ഗ്രിഡ് ആണ് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വരുന്നത്. ഇപ്പൊ ഒരു ഓൺ ഗ്രിഡ് വെക്കുകയാണെങ്കിൽ ഒരു 3 കിലോവാട്ട് കസ്റ്റമറെ സംബന്ധിച്ച് ഒരു 3.5-4 വർഷം കൊണ്ട് റീഇംബേഴ്സ് ആയി കഴിയും ആ ഇൻവെസ്റ്റ്മെന്റ്. കാരണം ഒരു 3.5-4 വർഷത്തെ എനർജി ബില്ലിന് ഈക്വലന്റ് ആയ ഒരു പൈസയാണ് 3 കിലോവാട്ടിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത് ഹൈബ്രിഡിലേക്ക് പോകുമ്പോൾ അത് ഓൾമോസ്റ്റ് ആ ഇൻവെസ്റ്റ്മെന്റ് ഒരു ഡബിൾ. നമ്മൾ ലിഥിയം ബാറ്ററി ഒക്കെ വെക്കുമ്പോൾ, നല്ല ഹൈ ക്വാളിറ്റി ലിഥിയം ബാറ്ററി ഒക്കെ വെക്കുമ്പോൾ, അപ്പൊ അതിന്റെ ഒരു പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് ഒരു 7 to 8 years ആയിട്ട് മാറും. അതാണ് എഫിഷ്യന്റ് ആയിട്ടുള്ളത് ഓൺ ഗ്രിഡ് ആണ്. ഓൺ ഗ്രിഡ് കോസ്റ്റ് എഫക്റ്റീവ് ഓൺ ഗ്രിഡ് ആണ്. പക്ഷെ യൂസർ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈബ്രിഡ് ആണ്. കാരണം 24 hours 365 days പവർ ഉണ്ടായിരിക്കും നമ്മുടെ ബാക്കപ്പ് ഉണ്ടല്ലോ. സർ, നമ്മൾ പാനൽസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ DCR പാനലുണ്ട്, നോൺ DCR പാനലുണ്ട്. എന്താണ് ഇത് രണ്ടും കൂടി, അതിന്റെ ഒരു ഡിഫറൻസ് എന്താണ്? DCR പാനൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ സബ്സിഡി പ്രോജക്റ്റുകളിലേക്ക് DCR പാനൽ കമ്പൽസറി ആയിട്ട് പറയുന്നുണ്ട്. DCR പാനൽ ആണെങ്കിൽ മാത്രമാണ് സബ്സിഡി കിട്ടുള്ളൂ. DCR പാനൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഡൊമസ്റ്റിക് കണ്ടെയ്ൻമെന്റ് റിക്വയർമെന്റ്. അതായത് അതിന്റെ സെല്ല്, എസ്പെഷ്യലി സെല്ല് 100% മെറ്റീരിയൽസും ഇൻഡിജീനിയസ് ഇന്ത്യൻ മേക്ക് ആയിരിക്കണം എന്നുള്ളതാണ് DCR പാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇമ്പോർട്ടഡ് പാനലുകൾ, നോൺ DCR പാനൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അതിലുപയോഗിക്കുന്ന സെല്ലുകൾ ഇമ്പോർട്ട് ചെയ്തതായിരിക്കും, വിദേശ രാജ്യങ്ങളിൽ നിന്നായിരിക്കും. ക്വാളിറ്റിയിലൊന്നും പറയത്തക്ക വ്യത്യാസങ്ങളൊന്നുമില്ല ഓൾമോസ്റ്റ്. പക്ഷെ ഇന്ത്യൻ മാനുഫാക്ചേഴ്സിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് സബ്സിഡി പ്രോജക്റ്റിലൂടെ പരിശ്രമിക്കുന്ന ഒരു കാര്യമാണ്. അതാണ്. ഇപ്പൊ സാറ് സബ്സിഡിനെ പറ്റി പറഞ്ഞല്ലോ. നമുക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ സബ്സിഡി കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടോ? കാരണം നമ്മള് സാധാരണ ഒരാള് സോളാർ വെക്കുന്ന സമയത്ത് അവർ ഏറ്റവും നോക്കി കാണാൻ സബ്സിഡി കിട്ടുമ്പോൾ നമുക്ക് ഏറ്റവും കോസ്റ്റ് എഫിഷ്യന്റ് എന്ന രീതിക്കാണ്. ആ സബ്സിഡി കിട്ടാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, കിട്ടാതെ വരുന്ന സാഹചര്യങ്ങളില്ല. അതായത് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് തന്നെ PM സൂര്യഗർ എന്ന് പറയുന്ന സൈറ്റില് കൺസ്യൂമർ രജിസ്റ്റർ ചെയ്യുകയാണ്. അപ്പൊ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ സബ്സിഡി അഷുറൻസിന്റെ സർട്ടിഫിക്കറ്റ് അവർക്ക് അവൈലബിൾ ആയിരിക്കും. അതിനുശേഷമാണ് നമ്മൾ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നുള്ളൂ. പിന്നെ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 75,000 crore ആണ് സെൻട്രൽ ഗവൺമെന്റ് ഈ PM സൂര്യഗർ പ്രോജക്റ്റില് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ 2025 ലാസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു അപ്രോക്സിമേറ്റ് 20% ആണ് ഡിസ്ബേഴ്സ്മെന്റ് ആയിട്ടുള്ളൂ. അപ്പൊ ഇനിയും അതിന്റെ സാധ്യതകൾ ഒരുപാട് കിടക്കുകയാണ്. ഇപ്പൊ ഒരു 15 crore വരെയാണ് ആയിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ ഒരു 75 crore എന്ന് പറയുമ്പോൾ ഇനിയും ഇഷ്ടം പോലെ. എനിക്ക് തോന്നുന്നു അതായത് നമ്മൾ സോളാർ വീട്ടിൽ വെക്കാൻ പറ്റിയ റൈറ്റ് ടൈമാണ്. എന്തായാലും ഇതൊരു 2030 വരെയൊക്കെ എന്തായാലും ഇങ്ങനെ തന്നെ പോകുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു എസ്റ്റിമേഷൻ. നമ്മൾ നേരത്തെ ഹൈബ്രിഡിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ ഈ ഹയർ കപ്പാസിറ്റി ശരിക്കും നല്ലതാണോ? അതായത് അത് നമ്മൾ ഫ്യൂച്ചറിന് മുൻനിർത്തി കണ്ടിട്ട് നമ്മൾ ഹയർ കപ്പാസിറ്റി വേണം ഇപ്പൊ ചൂസ് ചെയ്യാൻ? കുറച്ചും കൂടി നമ്മൾ സാറിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, അതായത് ഹയർ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രിക് വെഹിക്കിളൊക്കെ വാങ്ങാൻ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ 3 കിലോവാട്ട് കസ്റ്റമർക്ക് വേണമെന്നുണ്ടെങ്കിൽ 5 കിലോവാട്ടിലേക്ക് പോകാം. അല്ലാതെ ഒരു 3 കിലോവാട്ട് ഇപ്പൊ വെക്കുന്ന ആള് പലരും 5 കിലോവാട്ടിന്റെ ഇൻവേർട്ടർ ഇപ്പൊ വെക്കുന്നു, 3 കിലോവാട്ടിന്റെ പാനല് കണക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതൊരു റോങ് മെത്തേഡാണ്. അതുകൊണ്ട് വേറെ അഡ്വാൻറ്റേജും ഇല്ല. പിന്നെ അത് തന്നെയല്ല, പിന്നീട് നമ്മൾ 5 കിലോവാട്ടിന്റെ ഡോക്യുമെന്റേഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറെ നാളുകൾ കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഇനി ഒരു 2 കിലോവാട്ട് പാനൽ ആഡ് ചെയ്യുമ്പോൾ അതിന് പിന്നെ വേറെ ഡോക്യുമെന്റേഷൻ്റെ ആവശ്യമില്ല. പക്ഷെ അപ്പൊ സ്വാഭാവികമായിട്ടും DCRന് വരെ നോൺ DCR പാനലായിരിക്കും
വെക്കുക. നോൺ ഡി സി ആർ പാനൽ ഡി സി ആർ പാനലിനേക്കാൾ താരതമ്യേന പ്രൈസ് കുറവാണ്. അപ്പൊ അങ്ങനെ ഡി സി ആറിനാണ് കൂടുതൽ. അപ്പോ കാരണം നോൺ ഡി സി ആർ പാനലുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് ചൈനയിൽ നിന്നാണ്. ചൈന സോളാറില് വേൾഡിൽ ആർക്കും പിടിക്കാൻ പറ്റാത്തത്ര ഉയരങ്ങൾ ടോപ്പിലെത്തി കഴിഞ്ഞു. അപ്പൊ അവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി എന്നൊക്കെ പറയണത് അത്ര ഇന്ത്യയിലിപ്പോ എല്ലാ കമ്പനികളും കൂടി മാനുഫാക്ചർ ചെയ്യുന്ന പാനല് അവിടെ ഒരു കമ്പനി തന്നെ മാനുഫാക്ചർ ചെയ്യുന്നത്. അതാണ് എന്റെ കമ്പാരിസൺ വരുന്നത്. വേൾഡ് വൈഡ് പറയുകയാണെങ്കിൽ വേൾഡിലെ മോർ ദാൻ 50% ചൈനയാണ്. പാനൽ മാനുഫാക്ചറിങ് അതിനേക്കാൾ കൂടുതലായിരിക്കും. പക്ഷെ പവർ പ്ലാന്റുകളുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ് ഒരു 2000 ജിഗാവാട്ട് പ്ലാന്റ് വേൾഡിലായിട്ടുണ്ടെങ്കിൽ അതിൽ 1000+ ചൈനയിൽ തന്നെയാണ്. അത്രയധികം ചൈനനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു 5 കിലോവാട്ട് ഇൻവെർട്ടർ വെച്ചു, 3 കിലോവാട്ട് പാനലാണ് വെക്കുന്നുള്ളൂ. അപ്പൊ ഡോക്യുമെന്റേഷൻ ഒക്കെ 5 കിലോവാട്ടിന്റെയാണ് ചെയ്ത് ഫിനിഷ് ചെയ്തു. അപ്പൊ KICBയുടെ കണക്കിലോ MNREയുടെ ഡോക്യുമെന്റേഷനിൽ നോക്കിയാൽ നമ്മൾ 5 കിലോവാട്ട് പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി അവിടെ പാനല് 3 കിലോവാട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ 2-3 കൊല്ലം കഴിയുമ്പോൾ 2 കിലോവാട്ട് പാനൽ വാങ്ങി കണക്ട് ചെയ്യും. നമുക്ക് വേറെ പെർമിഷൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അപ്പൊ അത് 5 കിലോവാട്ട് പ്ലാന്റ് ആയി മാറി. പക്ഷെ അപ്പൊ നമ്മളൊന്ന് നോൺ DCR പാനലായിരിക്കാം വെക്കുന്നത്. അപ്പൊ പിന്നീട് എപ്പോഴെങ്കിലും MNRE റാൻഡം ഇൻസ്പെക്ഷനുകൾ നടത്തുന്നുണ്ട് സബ്സിഡി കസ്റ്റമേഴ്സിന്. അപ്പൊ അവരുടെ ഒരു ഇൻസ്പെക്ഷൻ വന്ന് നോക്കുകയാണെങ്കിൽ അവര് മനസ്സിലാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 കിലോവാട്ട് പ്ലാന്റിൽ അവിടെ ഒരു ചീറ്റിംഗ് നടന്നേക്കുന്നതായിട്ടാണ്. നോൺ DCR പാനലും DCR പാനലും മിക്സ് ചെയ്തിരിക്കുന്നതായിട്ടാണ്. അപ്പൊ അത് വേണമെങ്കിൽ സബ്സിഡിയൊക്കെ റീഫണ്ട് ചെയ്യാനൊക്കെ വേണമെങ്കിൽ പറയാം. അത് അതിന്റെ ചാൻസ് എത്രമാത്രം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും അതൊരു ശരിയായ നടപടിയല്ല. അപ്പൊ അതുകൊണ്ട് 5 കിലോവാട്ട് ഇൻവെർട്ടർ വെച്ച് 3 കിലോവാട്ട് പാനൽ ഇപ്പൊ വെക്കുന്നത് അഡ്വൈസബിൾ അല്ല. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇപ്പൊ നമ്മൾ 3 കിലോവാട്ട് തന്നെ വെച്ചിട്ട് 2 വർഷം കഴിയുമ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്ത് വീണ്ടും ഒരു 5 കിലോവാട്ട് പ്ലാന്റിലേക്ക് പോവുകയാണെങ്കിൽ അപ്പൊ അത് നമ്മുടെ അപ്ഗ്രേഡേഷൻ ആണ്, സെക്കൻഡ് പ്രോജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് നോൺ DCR പാനൽ വെച്ചിട്ട് കുഴപ്പമില്ല, രണ്ടാമത്തെ പ്രോജക്റ്റ് ആണ്. അപ്പോൾ കോസ്റ്റിലൊന്നും വലിയ വ്യത്യാസം വരാനില്ല. ഇത് ഇപ്പൊ വരുന്ന അതേ കോസ്റ്റ് തന്നെ എപ്പോഴും വരുള്ളൂ. അപ്പൊ പ്രസന്റ് കണ്ടീഷനിൽ ഞാനൊക്കെ പറയുന്നത് വെച്ചാണെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ റിക്വയർമെന്റ് എന്താണ് അത് ഇൻസ്റ്റാൾ ചെയ്യുക. കാരണം 3-4 കൊല്ലം കഴിയുമ്പോൾ ടെക്നോളജി അത്രമാത്രം മാറിയിട്ടുണ്ട്. അന്ന് ലഭിക്കുന്ന പാനല് ഇപ്പൊ നമ്മൾ വയ്ക്കുന്ന ഇൻവെർട്ടറിലേക്ക് സൂട്ടബിൾ ആവുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. അത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഇതിന്റെ അപ്ഗ്രേഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ളത് വെക്കുക എന്നുള്ളതാണ് അഡ്വൈസബിൾ. എന്താണ് ഈ വീലിംഗ് നമ്മൾ സോളാർ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ? വീലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമ്മളിപ്പോ ഒരു സോളാർ പവർ പ്ലാന്റ് നമ്മളുടെ ഒരു സ്ഥാപനത്തിലോ വീട്ടിലോ വെച്ചു. ഇവിടെ നമ്മൾ ഉപയോഗം കഴിഞ്ഞ് എക്സസ് വരുന്ന പവർ നമ്മൾ അതേ കൺസ്യൂമറുടെ വേറൊരു സ്ഥാപനത്തിലേക്കോ വീട്ടിലേക്കോ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു KICB ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ കസിൻസിന്റെ വീട് 2 വീടുകൾ അടുത്തടുത്താണെങ്കിൽ അങ്ങനെ ഷെയർ അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റില്ല. അതായത് കൺസ്യൂമർ സെയിം ആയിരിക്കണം, കസിൻസ് ഒന്നും പറ്റില്ല. KICBയുടെ കീഴില് തിരുവനന്തപുരത്തോ തൃശ്ശൂരോ എറണാകുളത്തോ എവിടെയും ആയാലും കുഴപ്പമില്ല. അതായത് ഒരു അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതായത് എന്റെ പേരിൽ ഒരു വീടുണ്ട്, എന്റെ പേരിൽ ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കൺസ്യൂമർ സെയിം ആയിരിക്കണം എന്നുള്ളതാണ് എന്റെ നിയമം വരുന്നത്. അതിലൊക്കെ ഭാവിയിലൊക്കെ എന്തെങ്കിലും നിയമങ്ങൾ മാറ്റാൻ വരാം. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് അങ്ങനെയാണ്. കൺസ്യൂമർ സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അതാണ് വീലിംഗ് ഉദ്ദേശിക്കുന്നത്, ചെയ്യാൻ പറ്റും. ഓക്കെ, അതിപ്പോ നമ്മൾ 3 കിലോവാട്ട് ആണെങ്കിലും 5 കിലോവാട്ട് ആണെങ്കിലും ബാലൻസ് ഉള്ളത് നമുക്ക് ഇപ്പോൾ റെസ്ട്രിക്ഷൻ ഒന്നും വെച്ചിട്ടില്ല, ബാലൻസ് ഉള്ളത് വീൽ ചെയ്യാൻ പറ്റും. സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ നമുക്ക് പറയാലോ, അതായത് ഒരുപാട് നാളത്തേക്ക്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു മെയിൻ്റെനൻസ് ഏതൊക്കെ രീതിക്ക് വരാൻ പോകുന്നത്? കൺസ്യൂമറെ സംബന്ധിച്ച് വരുന്ന മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് നോർമലി MNRE സബ്സിഡി പ്രോജക്റ്റ് ആണെങ്കിൽ 5 വർഷത്തേക്ക് പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഇൻക്ലൂഡിംഗ് ആണ്. പ്രിവെന്റീവ് മെയിൻ്റെനൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെല്ലാ വർഷവും വന്നിട്ട് കേബിളുകൾ അതുപോലുള്ള സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യും, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ കൺസ്യൂമറെ സംബന്ധിച്ച് ചെയ്യാനുള്ള മെയിൻ്റെനൻസ് എന്ന് വെച്ചാൽ ക്ലീനിങ് ആണ്. പാനലിലെ ഡസ്റ്റ് എത്രമാത്രം ക്ലീൻ ആയിരിക്കുന്നോ അത്രമാത്രം പ്രൊഡക്ഷൻ എഫിഷ്യൻസി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചൊരു 2 മാസത്തിലൊരിക്കലൊക്കെ ക്ലീനിങ്, കുറെ മൺസൂൺ ടൈമിലൊക്കെ കുറെ സെൽഫ് ക്ലീനിങ് നടക്കും. എന്നാലും നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണോ അത് ക്ലീൻ ചെയ്യാൻ? ഇല്ല, സാധാരണ വെള്ളം സ്പ്രേ ചെയ്ത് മൗപ്പ് ഉപയോഗിച്ച് നമ്മൾ ഫ്ലോർ ഒക്കെ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ ക്ലീൻ ചെയ്യാൻ. അപ്പൊ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവിടേക്ക് നമുക്ക് ക്ലീനിങ്ങിന് പോകാനായിട്ടുള്ള ഒരു ആക്സസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇപ്പൊ എനിക്കൊരു സംശയമാണ്, ഇപ്പൊ ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിപ്പോ സോളാർ വെക്കണം, പക്ഷെ എന്റെ കയ്യിൽ സോളാർ വെക്കാനുള്ള അത്രയും ഫണ്ടില്ല.
അപ്പോൾ എനിക്ക് ഏതൊക്കെ രീതിയിൽ ലോൺ അല്ലെങ്കിൽ EMI ഓപ്ഷൻസ് ഒക്കെ എനിക്ക് അവൈലബിൾ ആണ് ഈ ഒരു കാര്യത്തിന്? ഇപ്പോൾ സോളാർ വയ്ക്കാനായിട്ട് ഏറ്റവും സൂട്ടബിൾ സമയം എന്ന് പറയുന്നത് ഒന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ കൂടിയ സബ്സിഡി 78,000. രണ്ട്, ഇപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം GST റെഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ അറൌണ്ട് ഒരു 5% കോസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സ്കീമില് PM സൂര്യഗർ സ്കീമില് ഏത് നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നും 6% ഇൻട്രസ്റ്റില് 10 ഇയറിലേക്ക് EMI ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു കൺസ്യൂമറെ സംബന്ധിച്ച് എനർജി ബില്ലിനേക്കാൾ കുറഞ്ഞ ഒരു EMI ഇപ്പൊ ഇന്ന് സോളാർ വെക്കാൻ പറ്റും. ആകെ ഒരു 10% ആണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. 10% എന്ന് പറയുമ്പോൾ അറൌണ്ട് 20,000 ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കസ്റ്റമർക്ക് സോളാർ വെക്കാം. പിന്നെ ലൈഫ് ലോങ് പിന്നെ എനർജി ബില്ലിനെ കുറിച്ച് ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. ശരിയാണ്. നമ്മൾ 2 മാസം കൂടുമ്പോൾ ഈ എനർജി ബില്ലിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു വലിയ തുക കാണുന്നതിൽ ലോൺ ഫെസിലിറ്റി ഉണ്ട്. ലോൺ എത്രയും വേഗം തീർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തീർക്കാം, അല്ലെങ്കിൽ 10 വർഷം വരെ പീരീഡ് ഉണ്ട്. അപ്പൊ ചെറിയ നോമിനൽ ആയിട്ടുള്ള എനർജി ബില്ലിനേക്കാൾ കുറഞ്ഞ ഒരു EMI തന്നെ കൊണ്ടുപോകാം. സോളാർ വയ്ക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ. ഈ മഴയുള്ള സമയത്ത് അല്ലെങ്കിൽ സൺലൈറ്റ് കിട്ടാതെ ലഭിക്കാത്ത സമയത്തൊക്കെ ഇതിന്റെ സോളാറിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? കേരളത്തെ സംബന്ധിച്ച് ഇപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മളുടെ ഒരു സാമ്പിൾ സർവേ നോക്കുമ്പോൾ ആവറേജ് 1 കിലോവാട്ടിന് ഒരു ദിവസം 4 യൂണിറ്റ് എന്നുള്ളൊരു പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു 3 കിലോവാട്ട് കസ്റ്റമർ സംബന്ധിച്ച് ഒരു ദിവസം 12 യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ ഒരു മാസം 360 യൂണിറ്റ് പ്രൊഡക്ഷൻ വരുന്നുണ്ട്. ഇനിയിപ്പോ 360 അല്ല, ഒരു 300 യൂണിറ്റ് വെച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ മഴ വലിയ വിഷയമാകുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്തിന് ഇപ്പൊ ഒരു 50% കണ്ട് പവർ റെഡ്യൂസ് ചെയ്താൽ പോലും നമ്മൾക്ക് മറ്റ് മാസങ്ങളിൽ അതിനനുസരിച്ച് കൂടുതൽ കിട്ടും. നമ്മളുടെ സമ്മറൊക്കെ നല്ല സമയം വരുമ്പോൾ ഇപ്പോഴൊക്കെ നമുക്കൊരു 3 കിലോവാട്ടിൽ 12 ആവറേജ് നമ്മൾ പറയുമ്പോഴും ഒരു 18-19 യൂണിറ്റ് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് ഈ സമയങ്ങളിലൊക്കെ. അപ്പൊ അത് മൺസൂൺ സമയങ്ങളിൽ വരുന്ന കുറവിനെ സമ്മർ ടൈമിൽ അത് മാനേജ് ചെയ്ത് പോകും. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴും നമുക്ക് ആവറേജ് 4 യൂണിറ്റ് ഒരു ദിവസം, അല്ലെങ്കിൽ 1 കിലോവാട്ടിന് 12 യൂണിറ്റ് എന്നുള്ള രീതിയിൽ ഒരു ദിവസം 3 കിലോവാട്ടിന് 12 യൂണിറ്റ് എന്നുള്ള രീതിയിൽ ഒരു മാസം അത് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ മൺസൂണിന് ഒരു ത്രെട്ടായിട്ട് കാണേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ മാസങ്ങളിൽ എക്സസ് വരുന്നതൊക്കെ അടുത്ത മാസത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഈ മൺസൂൺ സമയങ്ങളിൽ ഒരു 30-40% ഡിപ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ പോലും ഇയർലി ആവറേജ് നോക്കുമ്പോൾ നമുക്ക് ഈ 4 യൂണിറ്റ് 1 കിലോവാട്ടിന് അല്ലെങ്കിൽ 3 കിലോവാട്ടിന് ഒരു 12 യൂണിറ്റ് ഡെയിലി എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ മൺസൂൺ ഒരു വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോ എന്റെ വീട്ടിൽ സോളാർ വെക്കുകയാണെങ്കിൽ KCB വരുന്ന പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, നമ്മൾ അതെങ്ങനെ ഡീൽ ചെയ്യേണ്ടത്? അത് കൺസ്യൂമർക്ക് ഒരു ബർഡനായി മാറാറില്ല. അത് നമ്മൾ തന്നെ എല്ലാ ഡോക്യുമെന്റേഷനും വെണ്ടർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ തന്നെയാണ് ചെയ്ത് കൊടുക്കുക. KCB ഫോർമാലിറ്റീസ് ഉണ്ട് കുറച്ച്, അതൊക്കെ ഭാവിയിൽ ഓൺലൈനൊക്കെ ആയിട്ട് മാറും. ഇപ്പൊ അതൊക്കെ ഫിസിക്കലി ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കൺസ്യൂമറെ സംബന്ധിച്ച് അത്ര ഈസി ആയിരിക്കില്ല. കാരണം ഒരു ചുരുങ്ങിയതൊരു 5 ടൈംസ് എങ്കിലും നമുക്ക് KCB ഓഫീസിലേക്ക് ഒരു പ്രോജക്റ്റിന് പോണതായിട്ട് കണക്കാക്കേണ്ടി വരും. ഞാനിപ്പോ സോൾവാട്ടിന് അതിനെ സമീപിക്കുകയാണെങ്കിൽ പിന്നെ അതിന്റെ പിന്നിൽ നമ്മൾ ആ സർവീസ് മുഴുവൻ ഞങ്ങൾ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. അതായത് കംപ്ലീറ്റ് A to Z കാര്യങ്ങൾ സോൾവാട്ടാണ് ചെയ്യുന്നത്. കമ്മീഷനിങ് ആക്കി കൊടുക്കുക എന്നുള്ളത് വരെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ എന്റെ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് 5 വർഷത്തേക്കും കൂടി ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. മെയിൻ്റെനൻസും ഫ്രീ ആണ്. നമുക്ക് നമ്മൾ സബ്സിഡിനെ പറ്റി സംസാരിച്ചല്ലോ. എങ്ങനെയാണ് നമ്മൾ ഈ സബ്സിഡി എടുക്കുക? അത് അല്ലെങ്കിൽ അതിന് എത്ര ടൈം എടുക്കും? അതിന് എന്തെല്ലാം പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ? ഈ സബ്സിഡിയുടെ പ്രൊസീജിയേഴ്സും മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൺസ്യൂമർക്ക് എല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ സബ്സിഡി വരുന്നത് കസ്റ്റമറുടെ അക്കൗണ്ടിലേക്കാണ്, ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത്. നോർമലി നമ്മൾ ഒരു ഫീസിബിലിറ്റി KCBയിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ രജിസ്ട്രേഷൻ നടത്തി പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് KCB വന്ന് ഇതിന്റെ നെറ്റ് മീറ്റർ മാറ്റി കഴിയുമ്പോൾ, നെറ്റ് മീറ്റർ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് കൺസ്യൂമറുടെ വീട്ടിലുള്ള യൂണി ഡയറക്ഷണൽ മീറ്റർ ആയിരിക്കും, വൺ സൈഡ് മാത്രം റീഡ് ചെയ്യുന്ന മീറ്റർ ആയിരിക്കും. ആ മീറ്റർ മാറ്റിയിട്ട് ബൈ ഡയറക്ഷണൽ മീറ്റർ ആക്കി മാറ്റുമ്പോഴാണ് പ്രോജക്റ്റ് കമ്മീഷനിങ് ആവുന്നത്. അത് KCBയുടെ അവരുടെ ഒഫീഷ്യൽസിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് അത് മാറ്റി കഴിഞ്ഞാൽ കമ്മീഷനിങ് ആയി. കമ്മീഷനിങ് ആയി കഴിഞ്ഞാൽ KCB അതിനുശേഷമാണ് നമുക്ക് സബ്സിഡി റിലീസിങ്ങിനുള്ള പ്രൊസീജിയർ, അതിന്റെ ഫൈനൽ പ്രൊസീജിയർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സബ്സിഡിക്ക് വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അവരുടെ ഇൻസ്പെക്ഷൻ അപ്രൂവൽ KCBയുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ സബ്സിഡി റിക്വസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്താൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ
കംപ്ലീഷൻ ആയി കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ചക്കുള്ളിൽ സബ്സിഡി കിട്ടും. കിട്ടുമല്ലേ? ഓക്കെ, അപ്പോൾ ഒന്ന് പ്ലാനറ്റ് എത്രയും വേഗം തന്നെ നമുക്ക് സോളാർ വീടുകളിലായാലും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഇപ്പൊ ഉണ്ട്, കാത്തിരിക്കേണ്ട ആവശ്യമില്ല. സോളാർ കമ്പനീസ് ഒരുപാട് എന്താ പറയാ പല രീതിയിൽ കോമ്പറ്റീഷൻ നേരിടുന്ന ഒരു ടൈമാണ്. പറയാൻ കാരണം ഒരുപാട് കമ്പനീസ് ഉണ്ട് ഇപ്പൊ നമ്മൾ സോളാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് ഫേക്ക് കമ്പനീസ് ഉണ്ട്. ഇതിലേതാണ് കറക്റ്റായിട്ട് നമ്മൾ ചൂസ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ അതൊക്കെ ഇപ്പൊ ആളുകൾക്കിടയിൽ ഭയങ്കര കൺഫ്യൂഷനാണ്. അതിനെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? അതായത് ഇത് വളരെ ഈസി ആയിട്ട് എൻട്രി ചെയ്യാം എന്നുള്ളൊരു ബിസിനസ് ആയിട്ട് ഒരുപാട് പേര് കാണുന്നുണ്ട്. അതായത് ഇതിന് ഇൻസ്റ്റാളേഷൻ ഒക്കെ ചെയ്യാനായിട്ട് സബ് കോൺട്രാക്റ്റഡ് ടീമുകളൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും മെറ്റീരിയൽ വാങ്ങുന്നു, ഏതെങ്കിലും സബ് കോൺട്രാക്ടറെ വെച്ച് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നു, കസ്റ്റമറിൽ നിന്ന് പൈസ വാങ്ങുന്നു. പക്ഷെ അവരിതിൻ്റെ ഒരു 25-30 വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പ്രോജക്റ്റ് ആണെന്നോ, അല്ലെങ്കിൽ ഈ കാലത്ത് ഇതിന് വരാവുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നും ആലോചിക്കുന്നവരായിരിക്കില്ല. വളരെ സിമ്പിൾ ആയിട്ട് കണ്ട് വരുന്ന ആളുകളാണ്. ആക്ച്വലി ഇതിന് നല്ല ടെക്നിക്കൽ നോളജ് ഉള്ള എഞ്ചിനീയർമാരും അതുപോലെ തന്നെ നല്ല സ്കിൽഡ് ലേബേഴ്സൊക്കെ ഉള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഒരു ലോങ് ടൈം സർവീസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് ഇപ്പൊ 1000-ലധികം വെൻഡേഴ്സ് ഇപ്പൊ കേരളത്തിലുണ്ടെങ്കിൽ ഇതിൽ ഭൂരിപക്ഷം പേരും ഈ തേർഡ് പാർട്ടികളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്നവരാണ്. അപ്പൊ അവരൊക്കെ അപ്പൊ കൺസ്യൂമർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 3-4 കൊല്ലം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അത് റെക്ടിഫൈ ചെയ്യാനായിട്ടോ ഇമ്മീഡിയറ്റ് ഒരു സൊല്യൂഷൻ കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റി ഒന്നും അവർക്ക് ഉണ്ടാവില്ല. അവര് തേർഡ് പാർട്ടി ആളുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്യണേ. അവർക്ക് അപ്പൊ അന്ന് വേറെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവിടെ സർവീസ് ഡ്രോപ്പ് ആവും. അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോൾ കുറെ കാലം കഴിയുമ്പോൾ അവരെ സംബന്ധിച്ച് വേറെ ഒന്നും നോക്കാനൊന്നുമില്ല, അവർക്ക് എപ്പോൾ വേണമെങ്കിലും വൈൻഡപ്പ് ചെയ്ത് പോകാവുന്ന ആളുകളാണ്. പക്ഷെ അപ്പോൾ കസ്റ്റമർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കമ്പനി എത്ര കാലമായിട്ടുണ്ട് ഫീൽഡിൽ, സോളാർ ഫീൽഡിൽ ഇവർ എക്സ്പെർട്ടാണോ, അല്ലെങ്കിൽ ഇവരുടെ ടെക്നിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ടീം എങ്ങനെയുണ്ട്, അവർക്ക് ഓൺ ടെക്നീഷ്യന്മാരുണ്ടോ, അല്ലെങ്കിൽ ഓൺ എഞ്ചിനീയേഴ്സ് ഉണ്ടോ, ഡിസൈൻ ചെയ്യാനുള്ള ആളുകളുണ്ടോ, അതൊക്കെ വലിയ പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ചെറിയ 3 കിലോവാട്ട് 2 കിലോവാട്ട് മാത്രം ചെയ്ത് നടക്കുന്നവരെ സംബന്ധിച്ച് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് ഒരു സർവീസ് കൊടുത്ത് തൽക്കാലത്തേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ അപ്പം അത് ഒരു ചലഞ്ചാണ് ഒരു കസ്റ്റമറെ സംബന്ധിച്ച്. ഇന്നിപ്പോൾ നല്ലൊരു വെണ്ടറെ സെലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഘടകങ്ങൾ അവർ തീർച്ചയായിട്ടും നോക്കണം. ഇവരുടെ ട്രസ്റ്റ് എങ്ങനെയുണ്ട്, എത്ര കാലമായി ബിസിനസ് ഫീൽഡ് ഈ രംഗത്ത് വന്നിട്ട്, അതുപോലെ ഇവർ ചെയ്തിരിക്കുന്ന വലിയ പ്രോജക്റ്റുകൾ, ചെറിയ പ്രോജക്റ്റ് മാത്രം നോക്കിയാൽ പോരാ, അവർ വലിയ പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ടോ, കമേഴ്ഷ്യൽ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ നോക്കിയാലാണ് കസ്റ്റമർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എങ്ങനെയുണ്ട് എന്നുള്ളത്. സാർ ഇപ്പൊ അറൌണ്ട് 30 years ഒക്കെ ആയില്ലേ ഈ ഒരു ഫീൽഡില്. അപ്പോ സാറിന് എങ്ങനെയാണ് നമ്മുടെ ഈ സോളാർ പാനൽ, സോളാർ സിസ്റ്റത്തെ ഇനി എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇനി വരാൻ പോകുന്ന തലമുറ ഇനി എങ്ങനെയാണ് സാറിന്റെ ഒരു ഐഡിയയില് നോക്കി കാണുന്നത്? ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇപ്പോഴും ഒരു ഈ PM സൂര്യഗർ പ്രോജക്റ്റില് ഒരു അറൌണ്ട് 20% ടാർഗറ്റ് എന്നുള്ള രീതിയിലാണ് ആയിട്ടുള്ളൂ. അത്രയധികം ഇനിയും ബാക്കി എടുക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പൊ എന്റർപ്രണേഴ്സിനെ സംബന്ധിച്ചായാലും സോളാർ പവർ പ്ലാന്റുകൾ, ഇനിയിപ്പം ഈ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചാലും നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷെ അതിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ